വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെ, ഓവർ ഹെഡ് വീഡിയോ സെറ്റപ്പ്. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പൊതുവേ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പലരും ഈ ഒരു ഓവർ ഹെഡ് ഷൂട്ടിനെ കാണുന്നത്. ഇതൊരു പരിധിവരെ ശരിയാണ്. ഇതെന്തായാലും നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ്, ലൈറ്റിൻ്റെ അവൈലബിലിറ്റി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലരും ഇതുപോലുള്ള ഓവർ ഷൂട്ട് ഒഴിവാക്കുന്നത് തന്നെ. എങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ ഡ്രോപ്പ് ഡൗൺ ഷോട്ടുകൾ അഥവാ ഓവർ ഹെഡ് വീഡിയോസിൻ്റെ പ്രാധാന്യം ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നൊരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓവർ ഹെഡ് വീഡിയോസ് നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്നൊരു വ്യക്തിക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയോ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ ഇതുപോലുള്ള ഡ്രോപ്പ് ഡൗൺ ഷോട്ടുകൾ ഏറെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോയിലെ ക്ലിപ്പാണിത്. ഇതിപ്പോൾ റൈറ്റ് എബോവ് പ്രൊഫൈലിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഹൈറ്റിൽ വേണമെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്യാം. എനിക്ക് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് വേണ്ടതുകൊണ്ടാണ് ഈ രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇനി ടോപ്പ് ഡൗൺ ഷോട്ട് ആണെങ്കിൽ എന്താണ് ചേഞ്ചസ് എന്ന് നോക്കാം. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലിങ്ങിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് തന്നെയാണ് ഓവർ ഹെഡ് വീഡിയോകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ക്യാമറകളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഓവർ ഹെഡ് ക്യാമറ റിഗ് സെറ്റ് ചെയ്യുന്നത്. റീസെൻ്റ്ലിയാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ബേസിക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അടിപൊളി ഡ്രോപ്പ് ഡൗൺ ഷോട്ട് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു മൊബൈൽ ഫോൺ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ടൺ കണക്കിന് ഓപ്ഷൻസ് ആണുള്ളത്. സിംപ്ലി USB മൈക്കിൻ്റെ കൂടെ വരുന്ന ബൂമാം ഉപയോഗിക്കാം. വളരെ റീസണബിളായിട്ട് കിട്ടുന്ന മൊബൈൽ സ്റ്റാൻഡ്സ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം റീൽസിലും ടിക്ടോക്കിലുമായിട്ട് ഡെയിലി ഒബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ക്യാമറ ഹാക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ DSLR-ഉം മിറർലെസ്സും അതുപോലെ ഹെവിയർ ക്യാമറാസ് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഓവർ ഹെഡ് സെറ്റപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ പറഞ്ഞ ഒരു എക്യുപ്മെൻസും ഇല്ലാതെ സിംപ്ലി ഒരു ട്രൈപോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോസിൽ മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണിത്. ട്രൈപോഡ് ഈ ഒരു വിൻഡോ ഗ്രില്ലിലാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഡേ ലൈറ്റിലാണെങ്കിൽ എക്സ്റ്റേണൽ ലൈറ്റ് ഉപയോഗിക്കാതെ തന്നെ നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ യൂട്യൂബ് സെറ്റപ്പ് വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. സെറാമിക് ടൈൽസാണ് ഞാൻ എൻ്റെ ബാക്ക് ഡ്രോപ്പിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പല കളേഴ്സിലും ടെക്സ്റ്റേഴ്സിലുള്ള ടൈൽസ് ഞാൻ ഇതിനായി ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻസ് ഒഴിവാക്കാനായി മാറ്റ് ഫിനിഷിങ്ങിലുള്ള ടൈൽസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ട്രൈപോഡ് ഗ്രില്ലിൽ കെട്ടിവെക്കാനായി ഇതുപോലുള്ള ഫാബ്രിക് റോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. കൂടുതൽ ഗ്രിപ്പിനും സ്ലിപ്പ് ചെയ്യാതിരിക്കാനും ഇതുപോലുള്ള റോപ്പുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്തു. ടേബിൾ എപ്പോഴും ക്യാമറയുടെ സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ക്യാമറ ഓറിയൻറ്റേഷൻ ടേബിളുമായി പെർപെൻഡിക്കുലർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ക്യാമറയിലുള്ള ഗ്രിഡ് ഓപ്ഷനും കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം കോമ്പോസിഷൻ പെർഫെക്റ്റ് ആക്കാനും സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ടേബിൾ ടോപ്പുമായിട്ട് എക്സാക്റ്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഷേപ്പ് സിമെട്രിക്കലായിട്ട് കിട്ടിയിരിക്കുന്നത്. ക്യാമറ അലൈൻമെൻറ്റും അതുപോലെ പെർപെൻഡിക്കുലർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് ഓവറോൾ നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ കളയുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഓവർ ഹെഡ് വീഡിയോ ചെയ്യുന്നവർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓവർ ഹെഡ് സെറ്റപ്പ്. ഇവിടെ കാണാം, നാച്ചുറൽ ലൈറ്റ് ആണെങ്കിലും ഷാഡോസ് കുറച്ച് ഹാർഷാണ്. ഈ ഒരു ലൈറ്റ് ഡിഫ്യൂസ് ചെയ്ത് സബ്ജക്റ്റിൻ്റെ പുറത്ത് സോഫ്റ്റ് ലുക്ക് കിട്ടാനായിട്ട് ഒരു സെമി ട്രാൻസ്പെറൻറ്റ് വൈറ്റ് ക്ലോത്ത് വിൻഡോ കവർ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ക്വാളിറ്റി ഡിഫ്യൂഷൻ കിട്ടാൻ ഇതുപോലുള്ള റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 42 ഇഞ്ചസിൻ്റെ 5-in-1 റിഫ്ലക്ടറാണ്. ഇതിനകത്ത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനും ഡിഫ്യൂസ് ചെയ്യാനും അതുപോലെ ലൈറ്റ് കട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണ് വരുന്നത്. ഇതെന്തായാലും ബിഗിനർ ഫിലിം മേക്കേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും
വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് അൺസിപ്പ് ചെയ്ത് ഇതിനകത്താണ് ഡിഫ്യൂസർ ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വീഡിയോ ലൈറ്റ്സോ അതുപോലെ റിംഗ് ലൈറ്റ്സോ ഉണ്ടെങ്കിൽ ഈ ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ച് കൂടുതൽ സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഒരെണ്ണം അല്ലാതെ മൾട്ടിപ്പിൾ ഡിഫ്യൂസേഴ്സ് ഉപയോഗിക്കാം. ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയുമെങ്കിലും ഡിഫ്യൂഷൻ ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഡിഫ്യൂസർ ഇല്ലാത്തൊരു ക്ലിപ്പാണ്. ഡിഫ്യൂസർ ആഡ് ചെയ്യാം. ഇവിടെ കാണാം ഇമേജ് നല്ല സോഫ്റ്റായി, അതേപോലെ ഷാഡോസിലും ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ ഇവിടെ കാണാം ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ സോഫ്റ്റ് ചെയ്ത് നല്ല ക്ലീനർ ലുക്ക് കൊടുക്കാനും ഇതുപോലുള്ള ഡിഫ്യൂസേഴ്സ് സഹായിക്കും. അതും മാത്രമല്ല, ഇതുപോലത്തെ ഡിഫ്യൂസർ ഉപയോഗിക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പുറത്തുള്ള ചെറിയ ഇൻപെർഫെക്ഷൻസും കൂടിയാണ് നമുക്ക് വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ തുടക്കം തൊട്ടുള്ള വീഡിയോകളിൽ അൺബോക്സിങ് ഷൂട്ട് ചെയ്തത്. ഇതുകൂടാതെ ചെറിയ രീതിയിലുള്ള അൺബോക്സിങ്ങും അതുപോലെ പ്രൊഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രൈപോഡ്സും അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ചീപ്പറായിട്ട് കിട്ടുന്നതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു ട്രൈപോഡാണ് ഡിജിടെക്കിൻ്റെ DTR 520BH എന്ന മോഡൽ. ബിഗിനേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രൈപോഡ് തന്നെയാണ്. പക്ഷേ ഇത് ഫോട്ടോഗ്രാഫിക്കും ഇതുപോലുള്ള ഡ്രോപ്പ് ഡൗൺ ഷോട്ട് എടുക്കാനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. വീഡിയോഗ്രാഫിക്ക് എന്തായാലും ഫ്ലൂയിഡ് ഹെഡ് ട്രൈപോഡ് തന്നെയാണ് വേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഇമേജിൻ്റെ 7010A എന്നുള്ള ഫ്ലൂയിഡ് ഹെഡ് ട്രൈപോഡാണ്. ഇത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ബജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഫ്ലൂയിഡ് ഹെഡ് വീഡിയോ ട്രൈപോഡ്. ഓക്കെ, നമ്മളങ്ങനെ ഓവർ ഹെഡ് ക്യാമറ പ്ലേസ് ചെയ്തു. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മോണിറ്ററിങ്. നമ്മുടെ മൊബൈൽ ഫോണോ ക്യാമറയോ ഹൈറ്റിൽ സെറ്റ് ചെയ്ത കാരണം പ്രിവ്യൂ കണ്ടുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനോ അതുപോലെ ക്യാമറ കൺട്രോൾ ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ ഉപയോഗിക്കുന്നത്. DSLR ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു HDMI കേബിൾ വഴി ക്യാമറ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഫ്രെയിമിലേക്ക് ഷാഡോസ് വരാത്ത രീതിയിൽ ഒരു കോർണറിലായിട്ട് മോണിറ്റർ സെറ്റ് ചെയ്യാം. DSLR യൂസ് ചെയ്യുമ്പോൾ മോണിറ്റർ ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് റിമോട്ട് കൺട്രോൾ ആപ്പ്. സോണി ക്യാമറയാണെങ്കിൽ ഇമേജ് എഡ്ജ് എന്നുള്ള ആപ്പ്, കാനൺ ആണെങ്കിൽ ക്യാമറ കണക്ട്, ഫ്യൂജി ഫിലിം ക്യാമറ റിമോട്ട്, GoPro DJI എന്നിങ്ങനെ ഏകദേശം വൈഫൈ ഹോട്ട്സ്പോട്ട് എനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ക്യാമറകളിലും വയർലെസ്ലി കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. HDMI ഔട്ടെടുത്തും ആപ്പ് കണക്ട് ചെയ്തും സൈമൾട്ടേനിയസ്ലി മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള ഷൂട്ടിനെ വളരെ ഈസിയാക്കി മാറ്റുന്നു. സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ മോഡലിന് കമ്പാറ്റബിളായ HDMI അഡാപ്റ്റേഴ്സ് ഉപയോഗിച്ച് മോണിറ്റർ കണക്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ ഫോണിൽ MHL സപ്പോർട്ട്, അതായത് മൊബൈൽ ഹൈ ഡെഫിനിഷൻ ലിങ്ക് അലൗഡ് ആണെങ്കിൽ മാത്രമേ വീഡിയോ ഔട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള അഡാപ്റ്റേഴ്സ് വാങ്ങിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഫോൺ മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു ഓപ്ഷൻ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് മിറർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മോണിറ്റർ മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം ഒരു PCയോ ലാപ്ടോപ്പോ നിങ്ങളുടെ ടേബിളിനടുത്തായി സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അധികം ലാഗൊന്നും വരാത്ത രീതിയിലുള്ള ട്രാൻസ്മിഷന് വേണ്ടി വൈഫൈ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനായി നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന കാസ്റ്റിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ എയർപ്ലേ വഴി ചെയ്യാം, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ കാസ്റ്റ്, അതുപോലെ മിറ കാസ്റ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ട് ഓവർ ഹെഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള എല്ലാ അൺബോക്സിംഗ് വീഡിയോകളും ഞാൻ ഷൂട്ട് ചെയ്തത്. എങ്കിലും ഇതേ ഒരു സെറ്റപ്പ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട്, അതായത് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും സെറ്റ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കില്ലേ. അതുപോലെ കുറച്ചുകൂടെ ലാർജർ ഏരിയ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓവർ ഹെഡ് സെറ്റപ്പാണ് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ഹാരിസൻ്റെ ഒരു ഹെവി ഡ്യൂട്ടി ബൂം സ്റ്റാൻഡാണ്. ലൈറ്റർ ക്യാമറാസിനായി റീസണബിൾ റേറ്റിലും ബൂം സ്റ്റാൻഡ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ബെറ്റർ സ്റ്റെബിലിറ്റിക്കായിട്ട് ഈ ഒരു C സ്റ്റാൻഡ് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതെന്തായാലും ഒരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡ് തന്നെയാണ്. ക്യാമറ മൗണ്ട് ചെയ്യാനും അതുപോലെ ഓവർ ഹെഡ് വീഡിയോ ലൈറ്റ്സ് പ്ലേസ് ചെയ്യാനും ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കാം. വെയിറ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബാഗും കൂടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ കൂടെ വരുന്നുണ്ട്. ബ്രിക്സോ സാൻഡോ അതുപോലെ വെയിറ്റുള്ള എന്തും ഈ ഒരു ബാഗിനകത്ത് സ്റ്റോർ ചെയ്യാം. ക്യാമറ മൗണ്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഹെവി ഡ്യൂട്ടി ബോൾ ഹെഡ് മൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1/4 ഇഞ്ച് സ്ക്രൂ ത്രെഡോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാനും ഫ്രെയിം ചെയ്യാനും ഇതുപോലുള്ള ബോൾ ഹെഡ് വളരെ അത്യാവശ്യമാണ്. സ്റ്റാൻഡ് ആക്സിഡൻ്റലി താഴോട്ട് വരാതിരിക്കാൻ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യാനുള്ള ഹൈഡ്രോളിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വെയിറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സപ്പോർട്ടിംഗ് ആമാണ്. ഇതിനു മുമ്പ് റിവ്യൂ ചെയ്ത വൈസ്യൂനിയൻ എന്ന മോട്ടറൈസ്ഡ് സ്ലൈഡറിൻ്റെ ഒരു ഓപ്ഷണൽ ആക്സസറിയാണ്. ഇതല്ലാതെ 2 സൈഡിലും 1/4 ഇഞ്ച് സ്ക്രൂ മൗണ്ടോട് കൂടി വരുന്ന ഒരു മോണോപോഡും സപ്പോർട്ടിംഗ് റോഡായിട്ട് ഉപയോഗിക്കാം. സപ്പോർട്ടിംഗ് ആം ഫിക്സ് ചെയ്യാനായി ഇതുപോലുള്ള ക്ലാംപ്സും ഉപയോഗിക്കാം. എല്ലാത്തിൻ്റെയും പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അധികം വെയിറ്റ് ഇല്ലാത്ത ലൈറ്റോ ക്യാമറകളോ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലും ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അഡ്വാൻറ്റേജ്. കൂടുതൽ സ്റ്റെബിലിറ്റിക്കായി ഹൊറിസോണ്ടൽ ആമിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സ്റ്റാൻഡിൻ്റെ ലെഗ് വരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യുക.
ഈ ഒരു റിഗ് മൂവബിൾ ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ഷോട്ട്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഓവർ ഹെഡ് സെറ്റപ്പും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അതുപോലെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടെക് ടോക്ക് ബൈ ഹരീഷ് എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.